ഇന്ന് എഴുന്നേറ്റപ്പോഴത്തേക്കും കുറച്ച് താമസിച്ച് പോയായിരുന്നു. 5:30 ആയപ്പോഴാണ് എഴുന്നേറ്റ. നടക്കാൻ പോകാൻ പ്ലാനൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് എഴുന്നേറ്റപ്പോഴത്തേക്കും താമസിച്ചത്. പക്ഷേ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് മനസ്സിലായത് സാമ്പാറിന് ഇഡലി സാമ്പാറാണ്. സാമ്പാറിനുള്ള കഷ്ണമൊന്നും ഇല്ലല്ലോ, ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. പരിപ്പില്ല, തക്കാളി ഇല്ല. അപ്പോൾ പിന്നെ എന്തായാലും നടക്കാൻ പോയേക്കെന്ന് വെച്ച് പെട്ടെന്ന് തന്നെ ചായയൊക്കെ ഇട്ട് എല്ലാവർക്കും കൊടുത്തിട്ടൊരു 6:15 ആയപ്പോഴത്തേക്കും നടക്കാൻ പോയി. ഇപ്പോൾ അതിരാവിലെ തന്നെ 6:15 ആകുമ്പോഴും നല്ല ഇരുട്ടാണ്. എങ്ങനെയാണെങ്കിലും ഒരു നേരം വെളുക്കണമെന്നുണ്ടെങ്കിൽ 6:30 ആകും. അതുകൊണ്ടാണ് ഇപ്പം ലേറ്റായിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ തിരിച്ചു വരുന്ന വഴി സാമ്പാറിന് ആവശ്യമായിട്ടുള്ള ചെറുപയറ്റും പരിപ്പും തക്കാളിയും ഒക്കെ മേടിച്ച്, കുറച്ച് മല്ലിയിലൊക്കെ മേടിച്ച്. ചെറുപയറ്റും പരിപ്പാകുമ്പോഴത്തേക്ക് ഒരു 3 വിസിൽ കൊണ്ട് തന്നെ വെന്ത് കിട്ടും. സവാളയും തക്കാളിയും വെളുത്തുള്ളി ചതച്ചൊക്കെ കൂടി ചേർത്തിട്ടാണ് വേവിക്കുന്നത്. വെന്ത് കഴിയുമ്പോൾ കുറച്ച് സാമ്പാർ പൊടിയൊക്കെ കൂടി ചേർത്ത് മല്ലിയിലയും ചേർത്തൊന്ന് കടുകൊക്കെ വറുത്തിട്ട് എടുത്താൽ മതി. പിന്നെ ഇന്ന് ചിങ്ങമ്പഴം നോക്കുമ്പോഴത്തേക്ക് അത്ര പഴുത്തിട്ടില്ലായിരുന്നു, നാളത്തേക്ക് പഴുപ്പുള്ളൂ. അതുകൊണ്ട് ഞാനൊരു 1/2 കിലോ പാളയംകുടം പഴം കൂടി വാങ്ങിച്ചിരുന്നു. അതേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ആർക്കും പാളയംകുടം പഴം അത്ര ഇഷ്ടമല്ല, പക്ഷേ അത് ഉള്ളതുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ചത്. അപ്പോൾ ഇഡലിയും സാമ്പാറൊക്കെ